രാഷ്ട്രീയ പുരോഗതിക്കായി സ്വയം സമർപ്പിതമായ മഹത് പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റിയെന്നും സമൂഹത്തിന്റെ സമസ്ത തലങ്ങളിലും സ്തുത്യർഹമായ സേവനം നടത്തിയ മഹത്തായ പാരമ്പര്യമാണ് സമുദായാംഗങ്ങൾക്കുള്ളതെന്നും NSS വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ PGM നായർ കാരിക്കോട് പറഞ്ഞു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മന്നം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ ഭാഗമായി വൈക്കത്ത് നടത്തിയ പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആളുകൾ വരെ ആ ഗണത്തിൽപ്പെടുന്നവരുണ്ട്. എന്റെ ഏറ്റവും മുന്നിലിരിക്കുന്ന വൈഷ്ണവി വിമൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കഥകളി കലാകാരി, പ്രൊഫഷണൽ കഥകളി കലാകാരി എന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയ പ്രതിഭയാണ്. വളരെ കൊച്ചുകുട്ടിയാണ്, 4-5 പഠിക്കുന്ന കൊച്ചുകുട്ടിയാണ്. വരികാല കേരളത്തിന്റെ കഥകളി രംഗത്തെ വരികാല വാഗ്ദാനമായി ഉയർന്നു വരുന്ന മഹാപ്രതിഭയാണ്. മറ്റൊരാളിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി, കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ സീനിയർ ഫെലോഷിപ്പ് കിട്ടിയ ഈ നാടിന്റെ അഭിമാനമായി മാറിയ കലാമണ്ഡലം ശശീന്ദ്രൻ എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശശിചേട്ടനാണ്. യൂണിയൻ വൈസ് ചെയർമാൻ P വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ നമ്മളുടെ പരിപാടികളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ മന്നം നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആവിഷ്കരിച്ചുള്ള പറഞ്ഞത്. കാരണം ഇന്നത്തെ അവസരത്തിൽ നമുക്കറിയാം, മന്നം എന്ന ആചാര്യന്റെ പ്രവർത്തന രീതികൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന, അവരെ പരിചയപ്പെടുത്തുന്ന. സെക്രട്ടറി അഖിൽ R നായർ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര സംഗീത നാടക അക്കാദമി സീനിയർ ഫെലോഷിപ്പ് ലഭിച്ച കലാമണ്ഡലം ശശിധരൻ, ശബ്ദമിശ്രണത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ശരത് മോഹൻ, രാജ്യാന്തര പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷഡാനനൻ നായർ, കൈകൾ ബന്ധിച്ച് വേമ്പനാട് കായൽ നീന്തിക്കടന്ന് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ദേവജിത്ത് S തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 200ഓളം പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ നാരായണൻ നായർ, N മധു, PS വേണുഗോപാൽ, രാധാകൃഷ്ണൻ, വനിതാ യൂണിയൻ സെക്രട്ടറി മീര മോഹൻദാസ്, ശ്രീശാന്ത് S തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ ധനസഹായം, വിവിധ വ്യക്തികൾ ഏർപ്പെടുത്തിയ എൻഡോമെന്റുകൾ, യൂണിയൻ സ്കോളർഷിപ്പ് എന്നിവയുടെ വിതരണവും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.